ആ ചേട്ടായി വന്നോ? ആ വന്നു. എങ്ങനെയുണ്ടായിരുന്നു ചേട്ടാ ഇന്നത്തെ കച്ചവടം? മുഴുവൻ വിറ്റ് തീർന്നിരുന്നോ? 15 എണ്ണം ബാക്കിയായി. മുഴുവൻ വിറ്റ് തീർക്കായിരുന്നില്ല ചേട്ടായി. നാളെ അയൽക്കൂട്ടത്തിന് ലോൺ ഉണ്ട്, 650 രൂപ വേണം. ഉണ്ടാവുക കയ്യില്? എവിടെ, ഞാൻ എവിടെ നിർത്തി തരാനാണ്? നാളെ ഏജൻസിയിൽ നിന്ന് ടിക്കറ്റ് എടുക്കാൻ കാശ് തരില്ല. ഏജന്റിനാണെങ്കിലോ കാശ് കടം കൊടുക്കാനും ഉണ്ട്. എന്താ ചെയ്യാ? അല്ല നാരായണേട്ടാ, നാളെ ലോണിന്റെ പൈസ കൊടുത്തില്ലെങ്കിൽ അയൽക്കൂട്ടൻ ടീമാണ്, അവരെല്ലാരും കൂടെ ദേ ഈ മുറ്റത്ത് വന്ന് നിൽക്കും. വല്ലാത്ത പണിയായി പോയി. ദാ ഈ പണം കൊടുക്കാത്തതിന് നീ 10 പെണ്ണുങ്ങളുടെ മുന്നിൽ മാനം കണ്ട. ഞാൻ അവിടെ ഒരാളുടെ മുന്നിൽ മാനം കെട്ടോളാം. ആ നീ പോയിട്ട് കുറച്ച് തണുത്ത വെള്ളം എടുത്തോണ്ടോ, ദാഹിച്ചിട്ട് പാടില്ല. ദേട്ടാ എന്താടി ഇത്? ആരയച്ച കത്താ? കത്തല്ല, പിന്നെ ജപ്തി നോട്ടീസാണ്. ജപ്തി നോട്ടീസാ? ആ ജപ്തി നോട്ടീസ്. ഇതെവിടുന്ന? സൊസൈറ്റിന്ന്. കഴിഞ്ഞ വർഷം ഇഞ്ചി കൃഷി ചെയ്യാൻ വേണ്ടി ഈ വീടിന്റെ ആധാരം പണയം വെച്ച് ലോൺ എടുത്ത് ഓർമ്മയുണ്ടോ? ആ ഇഞ്ചി കൃഷി മുഴുവൻ രോഗം വന്ന് നശിച്ചില്ലേ? അതിന് നമ്മളെന്ത് ചെയ്യാനാണ്? അത് അവർക്കറിയേണ്ട കാര്യമില്ലല്ലോ. ഓ പിന്നെ ജപ്തി, ഉമ്മയുടെ ഈ പഴയ വീട് ജപ്തി ചെയ്തിട്ട് അവർക്ക് എന്ത് കിട്ടാനാണ്? കോടിക്കണക്കിന് രൂപ ലോൺ എടുത്തിട്ട് അമേരിക്കയിൽ അവിടെയൊക്കെ മുങ്ങിയടക്കുന്ന ആൾക്കാരെ പിടിക്കാൻ അവർക്ക് പറ്റില്ല. നമ്മളെ പോലെയുള്ള പാവങ്ങളെ ലോൺ അടിച്ചിട്ടില്ലെങ്കിൽ എന്താ കഥ? അതെ, കുറച്ച് ദിവസത്തിനുള്ളിൽ ഒരു 10,000 രൂപ കിട്ടിയാ തൽക്കാലം പിടിച്ചു നിൽക്കാം. ഒരു വഴിയുണ്ട്. അതെന്താ? നമ്മുടെ സുജാത ചേച്ചിയില്ലേ, അതെ, അവരെന്നോടൊരു കാര്യം പറഞ്ഞു. ഇലക്ഷൻ ആയില്ലേ കുറച്ചു ദിവസം കഴിഞ്ഞാ? ശരി. മറ്റേ പാർട്ടിക്കാർ വന്ന് ചോദിച്ചത്രേ. പാർട്ടിക്കാരോ? ഒരു വോട്ടിന് 5,000 രൂപ തരാന്ന്. ആഹാ, വോട്ടിനും പണോ? ഇതെന്താ വല്ല ബീഹാറാ തമിഴ്നാടാ? നമുക്ക് കാശ് കിട്ടിയാ പോരെ, നമ്മുടെ കാര്യം നടക്കണ്ടേ? ഓഹോ, അതിപ്പോ ആര് വന്നാലെന്താ? പ്രശാന്തേ, പടം ഉണ്ടെങ്കിൽ സെൻഡിയടാ. ഇവിടെ പഴയതേ ഉള്ളൂ, പുതിയൊന്നുമില്ല, പഴയതേ ഉള്ളൂ. അവിടെ എടുക്കാൻ പറ്റും നോക്കട്ടെ. ഇതാ ഉണ്ടോ നോക്കിയേ. വീണ്ടും രാഷ്ട്രീയ കൊലപാതകം. എവിടെ? നാളെ അവിടെ ഹർത്താൽ. അർജം പുറഞ്ഞം വെട്ടിയില്ലേ? ഇവന്മാർക്ക് എന്തിന്റെ തീരുമാനമായി? രാഷ്ട്രീയത്തിന്റെ പേരും പറഞ്ഞ് മരിച്ചു പോകുന്നവർക്കല്ലേ നഷ്ടം വരുന്നുള്ളൂ. ഇതിപ്പോ ഞാനോ നീയോ വിചാരിച്ച നാട് നന്നാവൊന്നും പോകില്ല. അതങ്ങനെ തന്നെയാ. എന്താ നന്നാവില്ല എന്ന് പറഞ്ഞ്? നന്നാവും. അവനെന്തീ പറയണേ? അവനെന്തെങ്കിലും പറയും. അതെ, അവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരെ ആദ്യം കുറച്ചൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ നിൽക്കും. അവർ തമ്മിലൊരു പ്രശ്നമില്ലല്ലോ. നേതാക്കന്മാരെ തമ്മിൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, അവരൊരുമിച്ച് മദ്യപിക്കുന്നു, അവർക്കൊരു പ്രശ്നമില്ലല്ലോ. പിന്നെ അണികൾക്ക് എന്താ പ്രശ്നം? ആഹാ, ഹലോ, ഇതെന്താ എല്ലാരും ചർച്ചയിലാണല്ലോ? എന്ത് ചർച്ച? ഒരു 5,000 രൂപ ഉണ്ട്, ഇതാ നാളെ തരാം. 5,000 നമ്പർ അടിക്കുന്ന നമ്പർ ഉണ്ട്, ഇതാ. 10,000 ടിക്കറ്റിനെ വെച്ചോന്ന്. ഉറപ്പാണല്ലോ? നല്ല നമ്പറല്ലേ? എന്തായാലും അടിക്കും, സംശയമൊന്നുമില്ല. രണ്ടും എടുക്കാല്ലേ? എന്തായാലും ഒരു ഭാഗ്യം നോക്കാനുള്ളത് എടുത്തു നോക്ക്. നിനക്ക് വേണോ രണ്ടെണ്ണം? ആ നിഖിലേ, ഒന്ന് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. എന്താ പറഞ്ഞോ? വാ പറയാം. എന്തായിരിക്കും? അതേ മോനെ, ഒരു 5,000 രൂപ കടം തരണം, അത്യാവശ്യ. ഒരാൾ കൊടുക്കാനുള്ളതാ, എൻ്റെ കയ്യിലാണ്, തീരെയില്ല, അതുകൊണ്ടാ. പണോ തന്നാ എപ്പോ തരും? 2 ദിവസത്തിനുള്ളിൽ തിരിച്ചു തരാം. പലിശയും വേണം. പലിശ അടക്കം മുതല് 2 ദിവസത്തിനുള്ളിൽ തിരിച്ചു തരാം മോനെ. എൻ്റെ കയ്യിലൊന്നും ഇല്ലാഞ്ഞിട്ടാ. ശരി ശരി. അതെ, നിങ്ങളുടെ ഭാര്യ പണിക്കുന്ന മോളിലെ? ഇല്ല, അവള് വീട്ടിലുണ്ട്. ആ ശരി ശരി ശരി. ഭക്ഷണം പോലും കഴിക്കുമോ എന്തോ. എന്ത് ചെയ്യും? ചേച്ചിയുടെ കുട്ടിയുടെ പിറന്നാളിന് ഒരാഴ്ചയേ ഉള്ളൂ. എന്തേലും കൊടുക്കണം. ഉടുത്തോണ്ട് പോകാൻ നല്ലൊരു സാരി കൂടിയില്ല. പാവം ആളെന്താ ചെയ്യാ? വെയിലും കൊണ്ട് നടന്ന്. വേണ്ട, ആളെ ബുദ്ധിമുട്ടിക്കണ്ട. ദൈവം വേറെന്തേലും വഴി കാണിച്ചു തരും.
ഒന്നുമില്ല. നാരായണേട്ടൻ എവിടെ? ഇവിടെ ഇല്ലല്ലോ, കച്ചവടത്തിന് പോയതാ. എന്തു പറ്റി? ഒന്നും പറ്റിയതല്ല. കുറച്ച് കാശിന്റെ ഇടപാടുണ്ടായിരുന്നു. ഒരാഴ്ച മുമ്പ് വാങ്ങിച്ചതാ, പിന്നെ കണ്ടിട്ടില്ല. അതെങ്ങടെ വന്നേ? അതെ, ആ പൈസയൊക്കെ നാരായണേട്ടൻ അവിടെ തന്നെ തരും. ഇവിടെ ഇപ്പൊ ഇല്ല. ശരി, വന്നൂന്ന് പറഞ്ഞാ മതി. അവന്റെ ഒരു പൈസയും അവന്റെ ഒരു നോട്ടവും. എനിക്ക് ഇവന്മാരുടെ നോട്ടവും പോവൊന്നും പിടിക്കണില്ല കേട്ടോ. നാരായണേട്ടൻ ഇങ്ങോട്ട് വരട്ടെ. ആ ചേട്ടാ നമസ്കാരം. എന്തൊക്കെയുണ്ട്? ഇന്നത്തെ ടിക്കറ്റ് പറഞ്ഞേ ഉള്ളൂ. ആ ചേട്ടൻ എടുക്കുന്നില്ലേ? നാളെ എടുക്കാം. ഇതില്ലേ മറ്റോടത്ത് കള്ളില്ല, അത് അടിപൊളി കള്ളാ, നല്ല കള്ള്. പലശന ഷോപ്പിലേ. കാലത്തണ്ടിട്ട് 2 കപ്പ് കള്ള്, അത് നിർബന്ധമാ. പിന്നെ കുളത്തിൽ പോയി ഒരു കുളിയും കഴിഞ്ഞ് ശരീരം ഇങ്ങ് ഫ്രഷ് ആയിട്ട് പിന്നെ ബാക്കിയുള്ള പരിപാടിയൊക്കെ തുടങ്ങാലോ. 60 ലക്ഷം രൂപയാണ് ഏട്ടാ. വേണ്ട വയറ്റപ്പഴപ്പല്ലേ? ലാസ്റ്റ് ടിക്കറ്റ് പരിപാടി കേട്ടാ. പാലക്കാട് അവിടെ ആരും ഇരിക്കുന്നേ? ഇല്ല, എനിക്ക് കുറച്ച് പരിപാടി ഉണ്ട് ഇവിടെ. ഇനിയിപ്പോ തുണിയൊന്നും അലക്കിയിട്ട് വരട്ടെ. അപ്പോഴേക്ക് നാരായണേട്ടൻ എത്തും എന്തോ. പെണ്ണുങ്ങളെ കുളിക്കാനെടുത്ത് ഒളിഞ്ഞു പോകുന്ന അവനെന്റെ കൈ കിട്ടിയിട്ട് അവൻ ആരായിരിക്കും? ഇനിയിപ്പോ ആരായാലെന്താ? ഓടിപ്പോയില്ലേ? പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സമാധാനത്തിലൊന്ന് കുളിക്കാൻ ഒരു ബാത്റൂം ഉണ്ട് അവിടെ. എത്ര നാളായി പറയുന്നു. ശരി, കാശ് വരട്ടടി. ബാത്റൂം ഒക്കെ നമുക്ക് പുതിയത് ഉണ്ടാക്കാന്ന്. ഇത് പറയാൻ തുടങ്ങിയിട്ടേ 1 വർഷമായി. ഇതുവരെ ഒന്നും നടന്നിട്ടില്ലല്ലോ. നടക്കുവടി, നടക്കും. നടക്കും. ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാണ്ടിരിക്കില്ല. ഓ പിന്നെ നാരായണേട്ടാ, എന്തായി എന്റെ പൈസയുടെ കാര്യങ്ങളോ? കാശൊന്നും വേണം. മുന്നേ പറഞ്ഞല്ലേ ടിക്കറ്റ് ഒക്കെ തരുന്നാലേ പറ്റൂ. പൈസ മേടിക്കുന്നതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. എടാ മോനെ, ഇത് നോക്കി, ഇത് കാശൊന്നുമില്ല. ഇതാ നിങ്ങൾ പൈസ മേടിക്കുമ്പോ എങ്ങനെയൊന്നുമല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് തീയതിക്ക് തിരിച്ചു തരണം പൈസ. നിങ്ങൾ എന്താ കാണിക്കുന്നത്? ലോട്ടറി വീട്ടിൽ കിട്ടിയിട്ടേ മോനെ. ഞാൻ തരാണ്ടിരിക്കുവോ? അടുത്ത ആഴ്ച തരാം. ശരിയെന്നാ. പലചരക്ക് കടയിൽ കാശ് കൊടുക്കണം. അടുത്തത് ലോൺ പൈസ വേണം. ലോട്ടറി കടയിൽ ബാലൻസ്. എന്നു തീരും എൻ്റെ ദുരിതം. ഓ, മോനെ എന്താട്ടാ ലോട്ടറിയോ? കയ്യില് പൈസ ഇല്ല. അതൊന്നും നോക്കണ്ടതാ, മോൻ വെച്ചോ. ഓ, കടയ്ക്ക് പോകാൻ വെച്ച പൈസയായിരുന്നു. അതൊന്നും കുഴപ്പമില്ല, മോൻ അടിക്കട്ടെ. വെച്ചോ. അമ്മ ചീത്ത പറയും, കടയ്ക്ക് പോകാൻ വെച്ച പൈസയാണ്. എന്താ എടുക്കടാ, ചിലപ്പോ അടിച്ചാലോ? ഇല്ല, ഒരെണ്ണം മതി, പൈസ ഇല്ലല്ലോ.
എന്നാ ശരി. ബാക്കി ഇങ്ങോട്ട് ഇതാ. ബാക്കി നിങ്ങൾ തന്നെ വെച്ചോ, ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിക്കട്ടെ. ഞാൻ അടിക്കട്ടെ അവൻ. ഹലോ ഹലോ, ആ ഇതില് നീ എവിടെയാ? പറഞ്ഞോടാ. ഒന്നാം സമ്മാനം 75 ലക്ഷം. അതെ, അറിഞ്ഞോ? നാരായണ ലോട്ടറി അടിച്ചു. നാരായണേട്ടന് ലോട്ടറി അടിച്ചു? ആ അതെ, അടിച്ചു. എപ്പോ? ഇന്നലെ ഉണ്ടായിരുന്ന 2 ലോട്ടറി ഇല്ലേ, അതിൽ ഒരെണ്ണം 75 ലക്ഷം രൂപ അടിച്ചു പുള്ളി. നീ അറിഞ്ഞില്ലേ അത്? ഇപ്പോഴാണ് ഇതൊക്കെ അറിയണേ. എന്ത് ഭയങ്കര സാധനമാണല്ലോ. ഞാൻ അയാൾ എന്തെല്ലാം പറഞ്ഞിട്ടുള്ളതാണ് ആളെ. അതെയോ? ഓ ശരി എന്നാ. ഓക്കേ. എന്തായാലും വാ, എന്നിട്ട് കാണാം നമുക്ക്. ശരി. കണ്ട ഇനിയിപ്പോ എന്താ, നാരായണായിട്ട് രക്ഷപ്പെട്ടില്ലേ? വീടും വെക്കാം, കാറും വാങ്ങാം, ബാക്കി പൈസ കൊണ്ട് അടിച്ചു പൊളിച്ച് ജീവിക്കും ചെയ്യാം. ഇനിയിപ്പോ പണം പലിശ കൊടുത്താലും ജീവിക്കല്ലേ എന്നതിലേ നാരായണേട്ടന്റെ കഷ്ടപ്പാട് ദൈവം കണ്ടുല്ലേ. അതെ, ഇനി പുള്ളിയോട് പണം പലിശക്ക് ചോദിക്കാം. എന്തേ? കച്ചവടം നിർത്തിണ്ടാവും. നമ്മുടെ കാശായില്ലേ, നീ റോഡിലൂടെ കാർ ഓടിച്ച് പോണ. അതേതായാലും നന്നായി. ആദ്യമായിട്ട് നമ്മുടെ നാട്ടിലൊരു 1ാം സമ്മാനം കിട്ടിയത് അത് നാരായണേട്ടൻ. രക്ഷപ്പെട്ടു. കുറേയിലടാ കിടന്ന് കഷ്ടപ്പെടുന്നത്. സന്തോഷിക്കട്ടെ, ദൈവം അറിഞ്ഞു കൊടുത്താണ്. നിങ്ങൾ അതും ഇതും പറഞ്ഞുകൊണ്ടിരിക്കാൻ ആളെ കൊണ്ട് ചെലവിപ്പിക്കാനുള്ള വഴി നോക്ക്. ഇനി നീ ആളെ വിളിച്ചിട്ട് വാ. ആ വിളിക്കാനൊന്നുമില്ല, ദേ വരുന്നുണ്ട്. ഇതാ, വന്നല്ലോ. ഇന്നത്തെ ഭാഗ്യം ഇതാ 75 ലക്ഷമാണ്. ഇതാ ഇതോണ്ടേ, എല്ലാരും അവനാണ് ആദ്യം വേണം പറഞ്ഞത്. ഇതാ എല്ലാരും എടുത്തോ. ഇതാ ഇതാ ഇതാ, എടുത്തോ മോനെ. ഇതാ 75 ലക്ഷമാണ്. ഇതാ വെറുതെ അല്ല ഞാൻ പറഞ്ഞത്. മേടിച്ചോ? പൈസ നമ്പറിലൊന്നും ഒരു കാര്യമില്ലാതെ പൈസ എല്ലാരും എടുത്തോ. എടുത്തോ. ഇതാ എല്ലാരും എടുത്തോന്ന്. അപ്പൊ കച്ചവടം നിർത്തില്ല നാരായണേട്ടാ? ലോട്ടറി കച്ചവടം നിർത്താനോ? ഞാനോ? ഒന്നുമല്ലാതിരുന്ന എന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചത് ലോട്ടറിയാണ്. ഓ അത് ശരി. പിന്നെ ഈ ലോട്ടറി അടിച്ച കാശ് 4-5 കൊല്ലം കൊണ്ട് ദൂർത്തടിച്ച് നശിപ്പിക്കണോ? പിന്നെ ആരെയും പണിക്കിറങ്ങണോ? എൻ്റെ നിതിലെ, നീ ആരെയും വില കുറച്ച് കാണരുത്. പണം ഇന്ന് വരും, നാളെ പോകും. അത് വിചാരിച്ച് നീ ആരെയും വിലയിരുത്തല്ലേ. ഇതാ നീ തന്ന കാശ് പലിശ സഹിതം ഇതാ വെച്ചോ. സഹായിച്ചതിന് നന്ദി. ഇപ്പൊ പോയിട്ട് നമുക്ക് ഏകദേശം എത്ര മണിയാകുമ്പോൾ തിരിച്ചെത്താടി? ഓ അതൊക്കെ ഉടനെ വരാം. എനിക്കും തരും ഒരു 1ാം സമ്മാനം. പിന്നെ ദാ പിടിച്ചോളൂ. ശരി, ആയിക്കോട്ടെ.